after 18 years. I know. 18 years. 18 years. ആണോ? Okay. വെൽക്കം സർ. സൂപ്പർ അമ്മയും മകളുടെ ഈ വേദിയിലേക്ക് സ്വാഗതം. Really honored. താങ്ക് യു. ഇതാണ് നമ്മളുടെ സൂപ്പർ അമ്മമാരും മക്കളും. ഇവരോടാണ് സർ ഇന്ന് ചോദ്യങ്ങൾ ചോദിക്കേണ്ടത്. ഇതാണ് നിങ്ങളുടെ ക്വിസ് മാസ്റ്റർ. പൊതുവെ ഇങ്ങനെ ഒരു സീറ്റും ഇങ്ങനെ ഒരു ജാക്കറ്റും വന്നു കഴിഞ്ഞാൽ എന്ന് പറയുന്ന ആ ഒരു ലെവലിലേക്ക് വേണമെങ്കിൽ നമുക്ക് പോവാം. പക്ഷെ ഇവിടെ കുറച്ചും കൂടി ഒന്ന് സാറിന്റെ ഉള്ളിലുള്ള ആ ഒരു കുഞ്ഞു കുട്ടി ഉണർന്നാലും തെറ്റില്ല. അത് ഉറങ്ങിയിട്ടില്ല. സാർ, നമ്മൾ എല്ലാവർക്കും ഒരു ആഗ്രഹം, അതായത് സാറിന്റെ സൗണ്ട് ഒരുപാട് പരസ്യ ചിത്രങ്ങളിലൂടെ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ഇങ്ങനെ അടുത്ത് ആ ഹിറ്റ് ആയിട്ടുള്ള ആഡ്സിന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും സാറിന്റെ ഒരു സൗണ്ട് കേൾക്കാൻ നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. ഈ സ്ഫടികം മൂവിയില് അതിന്റെ ട്രെയിലർ ചെയ്തിരുന്നപ്പോ ട്രെയിലർ God of all times, Goat Mohanlal. That introduction trailer was done. റീലോഞ്ച് ചെയ്ത സമയത്ത്. സൂപ്പർ. ഞാൻ വേറൊരു റിക്വസ്റ്റ് ചോദിച്ചാൽ സാർ ചെയ്തു തരുമോ? അതായത് ഇപ്പോൾ നമ്മൾ ഇവിടെ സൂപ്പർ അമ്മയുടെ വേദിയിലാണല്ലോ നിൽക്കുന്നത്. അപ്പം ഒരു മോർണിംഗ് ഷോ ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് FM-ല്. അപ്പം നമ്മളുടെ ഈ ഒരു വേദിയിൽ നിന്നിട്ട് ഒരു റേഡിയോ ജോക്കി ആയിട്ട് അതിങ്ങനെ പ്രസന്റ് ചെയ്യുമ്പോൾ ഇവിടുത്തെ കണ്ട കാര്യങ്ങൾ, നമ്മുടെ അമ്മമാർ ശ്വേതാജീനെ ഇത്ര വർഷത്തിന് ശേഷം കണ്ടു, അങ്ങനെ ഒരു കുഞ്ഞൊരു സംഭവം പ്രസന്റ് ചെയ്യാൻ നമ്മുടെ ഷോന് റീലോഞ്ച് അപ്പൊ നമ്മൾ ഇതില് 2 തരത്തിലുണ്ട്. അതായത് ഒന്ന് പഴയ കാലത്തെ റേഡിയോ ആണെന്നുണ്ടെങ്കിൽ, പിന്നെ മോസ്റ്റ് മോഡേൺ FM. അപ്പൊ ഇതില് പഴയ കാലത്തിന് ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. ഇന്ന് ഇവിടെ നിൽക്കുന്ന ഈ സമയത്ത് അതിൻ്റെ അന്തസത്ത തേടിയിട്ടുള്ള അനന്തമായ യാത്രയിൽ അന്തർലീനമായിരിക്കുന്ന അന്തസത്ത തേടിയിട്ടുള്ള ഒരു ചെറിയൊരു വിഷയമാണ് ഇന്ന് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. So this used to be a pattern. ഇത് ബ്രേക്ക് ചെയ്തത് FM എന്ന് കഴിഞ്ഞപ്പം ഗുഡ് മോർണിംഗ് എവ്രി വൺ ആൻഡ് ദിസ് ഇസ് ക്രിസ് വിത്ത് യു. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് 18 വർഷം മുന്നേ ഞാൻ കണ്ടതിന് ശേഷം സംസാരിച്ചു, പിന്നെ കുറേ ഗ്യാപ്പ് കഴിഞ്ഞ് പിന്നെ കാണുന്ന ശ്വേത, ശ്വാസിക, അതുകൂടാതെ നന്നായിട്ട് ടെൻഷൻ അടിച്ചിരിക്കുന്ന, കണ്ടു പേടിച്ചിരിക്കുന്ന അമ്മമാരും, അതിനോടൊപ്പം അവരെ കളിയാക്കാൻ വേണ്ടി വീട്ടിൽ ചെന്ന് കളിയാക്കാൻ വേണ്ടിയിട്ടുള്ള മക്കളും, അതിനോടൊപ്പം ഇതെല്ലാം കൂടെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് നല്ല മനസ്സുകൾ നമ്മുടെ വ്യൂവേഴ്സ് ആയിട്ടുള്ള എല്ലാവരും ഇവിടെ ഉണ്ട്. സോ യു ഹാവ് ടു സ്റ്റേ ട്യൂൺഡ് ആൻഡ് എൻജോയ് ദിസ് ഷോ. സൂപ്പർ. അമ്മയും മോളെയും എങ്ങനെ കോർത്താ അതെനിക്ക് ഇഷ്ടപ്പെട്ടു. യെസ്. അപ്പോ എന്തായാലും നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കാം. ഇത് അറിവിന്റെ ഒരു എപ്പിസോഡായിട്ട് മാറട്ടെ. എനിക്കും ശ്വേതാജിക്കും നമ്മുടെ അമ്മമാർക്കും മക്കൾക്കും കാണുന്ന പ്രേക്ഷകർക്ക് എല്ലാവർക്കും. സോ ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, നമ്മുടെ സൂപ്പർ അമ്മയും മകളും ടൈറ്റിൽ വിൻ ചെയ്യാൻ പോകുന്നവർക്ക് പറക്കാട് ജ്വല്ലേഴ്സ് നൽകുന്ന 3 ലക്ഷം രൂപയാണ്. ആൻഡ് 2ാം സമ്മാനം ICL ഫിൻകോർപ്പ് നൽകുന്ന 2 ലക്ഷം രൂപ. 3ാം സമ്മാനം കൃഷ്ണ തുളസി കപ്പ് സിറപ്പ് നൽകുന്ന 1 ലക്ഷം രൂപയാണ്. സോ ഇനി ഞാനും ശ്വേതാജിയും ഇതല്ലാതെ എന്റെ പോക്കറ്റ് മണിയും ഉണ്ട്. ടെൻഷൻ കാരണം രാവിലെ മുതൽ ടെൻഷനാണ്. ശ്വേതാജിയുടെ പോക്കറ്റ് മണി ഉണ്ട്, അതുകൊണ്ട്. അപ്പൊ നമുക്ക് ആദ്യത്തെ കണ്ടസ്റ്റന്റിനെ വിളിക്കാം അല്ലേ? യെസ്. സോ ലെറ്റ്സ് വെൽക്കം സന്ധ്യ ആൻഡ് വൈഗ. സൂപ്പർ അമ്മയും മകളും. സോ സന്ധ്യ ആൻഡ് വൈഗ, ഹലോ സർ. എങ്ങനെയുണ്ടായിരുന്നു ഇത്രയുമുള്ള ജോയിനിങ്? ഫൈൻ. അത്രേ ഉള്ളൂ? എക്സൈറ്റ്മെന്റ് ഒന്നുമില്ല? ചെറിയൊരു ടെൻഷൻ ഉണ്ടാവും, അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റാം. ഓക്കെ, എന്തായിരുന്നു ടെൻഷൻ? ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ് സാറ് മുന്നിൽ. സാറ് ലൈഫിൽ ഇതുവരെ ഒരു സ്ഥലത്തും ചോദ്യം ചോദിച്ചിട്ടില്ല? സ്കൂളിൽ പണ്ട് ബെഞ്ചിൽ കയറ്റി നിർത്തിയ അങ്ങനെയൊന്നുമില്ല? ഇത് ബെഞ്ചിലൊന്നും കയറ്റി നിർത്തില്ല, അപ്പൊ ടെൻഷൻ അത്രയും കുറവ് മതി. ഓക്കെ, സോ എന്താണ് വാട്ട് യു ലൈക്ക് ദ മോസ്റ്റ് ഇൻ യുവർ ഡോട്ടർ? ഷീ ഈസ് വൺ ഓഫ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. തിരിച്ചങ്ങനെയാണോ? അതെ. എന്നാ കുഴപ്പമില്ല. അപ്പൊ എന്തായാലും ഇന്നത്തെ സന്ധ്യ വൈഗ പെയർ നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ള സബ്ജക്ട്സ് എന്തൊക്കെയാണ്? ഞാൻ സെലക്ട് ചെയ്തത് സർ ഹിസ്റ്ററി ആണ്, ദെൻ ഫിലിമാണ്. ഹിസ്റ്ററി ആൻഡ് ഫിലിം. ആൻഡ് ഹിയർ ഈസ് യുവർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. മലയാളത്തിലെ ആദ്യ കളർ സിനിമ ഏത്? മലയാളത്തിലെ ആദ്യ കളർ സിനിമ ഏത്? ഓപ്ഷൻസ്: ജീവിത നൗക, കണ്ടം വച്ച കോട്ട്, ചെമ്മീൻ. ആൻഡ് യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. I guess കണ്ടം വെച്ച കോട്ടയാണെന്ന് തോന്നുന്നു. I guess കണ്ടം വെച്ച കോട്ട. You're sure? കണ്ടം വച്ച കോട്ട്. I guess. I don't know. It's sure or no? I guess. I guess we guess. Okay, we guess. Fix. Yeah. Yes, fix. Fix. Okay. So we'll go with that. Yeah. മലയാളത്തിലെ ആദ്യ കളർ സിനിമ
കണ്ടമച്ചക്കോട്ട് കറക്റ്റ് ആൻസർ. സ്ട്രെസ് ബസ്റ്റർ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഒന്ന് മാറിക്കഴിഞ്ഞപ്പം കുറച്ചൊക്കെ ഒരു ധൈര്യമൊക്കെ വന്നു. ഇനിയിപ്പോ ഗസ് അടിക്കാം. എപ്പോഴെങ്കിലും ഒക്കെ കോളേജിൽ കുട്ടികളൊക്കെ കോപ്പി അടിച്ച് പിടിക്കാറുണ്ടോ? അവർ ഗസ് അടിക്കുമ്പോഴൊക്കെ പിടിക്കാറുണ്ടോ? ഇപ്പൊ ആ ഒരു ഫീലിംഗ് കിട്ടുന്നുണ്ട് അല്ലേ? അവർക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടാവും ഈ ഗസ് അടിക്കുമ്പോൾ? അവരുടെ സ്റ്റേജിൽ ഇപ്പൊ ഞാൻ ഇരിക്കുന്നത്. So if you're ready, then we'll go on for the next question. Yes, sir. Okay, so here comes your question. ഓടനാട് എന്നറിയപ്പെടുന്ന സ്ഥലം ഏത്? ഓടനാട് എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? ഓപ്ഷൻ 1 കായംകുളം, ഓപ്ഷൻ 2 കോട്ടയം, ഓപ്ഷൻ 3 is ഹരിപ്പാട്. And your time starts now. ഓപ്ഷൻസ് എന്തായിരുന്നു? ഹരിപ്പാട്. ഹരിപ്പാടാണ് എന്നാണ് വിശ്വസിക്കുന്നത്. ഓക്കെ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ ഡിസ്കഷൻ പോർഷനിൽ ഓടയുള്ള നാട് ഏതാ? ഹരിദ്വാറിലാണോ ഈ ഓടയുള്ളത്? എല്ലാ സ്ഥലത്തും ഓടയുണ്ട്. ഓട ഓടുത്തു. ആൻഡ് ദി ആൻസർ ഹരിപ്പാട് എന്നുള്ള ഉത്തരം വളരെ തെറ്റാണ്. ആൻഡ് ദി കറക്റ്റ് ആൻസർ ഇസ് കായംകുളം. ടെൻഷൻ അടിക്കാനുള്ള ഈ ഒരു സമയം അവർക്ക് കൊടുക്കാം. ലെറ്റ്സ് ടേക്ക് എ ഷോർട്ട് ബ്രേക്ക് ആൻഡ് കം ബാക്ക് ഇൻ എ ഷോർട്ട് വൈൽ.